അതുപോലെ 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലെന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചില്ല. ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉന്നയിച്ചതാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടി ഞാൻ എനിക്ക് മുഖ്യമന്ത്രി കാണുമായിരുന്നു പറഞ്ഞല്ലോ. അരുൺകുമാർ മുഖ്യമന്ത്രിയോട് പലവട്ടം ചോദിച്ചു, ഒരുപക്ഷെ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ചുരുങ്ങിയ പക്ഷം മൂന്നാമത്തെ ഊഴത്തിലെങ്കിലും അദ്ദേഹം പ്രതികരിക്കണമായിരുന്നു എന്നാണ് ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എന്റെ തോന്നൽ. ശരി, 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് വിശദമായി മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടാണ് എണീറ്റ് പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ, വിശദമായി പറഞ്ഞു കഴിയുമ്പോൾ, ഈ ഡീൽ, മിനിഞ്ഞാന്നത്തെ ഡീൽ, ഇപ്പോൾ ദേശാഭിമാനി പത്രമൊക്കെ എഴുതിയ മോദി VD ED എന്ന ആക്ഷേപമൊക്കെ ഇപ്പോഴും CPM ഉയർത്തുന്നുണ്ടോ? ഏതായാലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രൂപത്തിൽ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന് താങ്കളുടെ മാധ്യമം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇന്ന് ഏകദേശം 11 മണി വരെ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതും മുഖഭാവം കാണിക്കുന്നതും ചിരിക്കുന്നതുമെല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കേൾപ്പിച്ചത്. ഞങ്ങൾ അതിലൊരു അഭിപ്രായം പറഞ്ഞില്ല. എന്നാൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് ചിരിക്കേണ്ടത്, എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത ആളാണ് ശ്രീ VD സതീശൻ. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, മറുപടി ഞാൻ സൗകര്യമുള്ളപ്പോൾ പറയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തകനും അത് ശരിയല്ല എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു. കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകർക്ക് നിരോധനം എന്ന് പറഞ്ഞിട്ടാണ്. പരിഹാസം, അതുപോലെ തന്നെ അനിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോഴും ഉള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. ഏറ്റവും ഗൗരവമായ ചോദ്യത്തിനും ഉത്തരം പരിഹാസമാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം പത്രസമ്മേളനം നടത്തുമ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം മാധ്യമപ്രവർത്തകരോട് പറയും, ഇനി എങ്ങനെയാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ ഡീല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം എന്ന രൂപത്തിൽ പറഞ്ഞയാൾ 12 തവണ മൗനം പാലിച്ചപ്പോൾ അത് വാർത്തയാക്കിയതും അതിനെതിരെ പ്രതിഷേധിച്ചതും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെയാണ്. എല്ലാത്തിനും സഖാവ് പിണറായി വിജയനുമായിട്ട് താരതമ്യപ്പെടുത്തി ഇങ്ങനെയൊന്നും അല്ല മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത് എന്നാണ് നിങ്ങൾ കുറച്ച് നാളായിട്ട് വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു എന്നാ താങ്കൾ പറഞ്ഞേ. ഇവിടെ പെട്രോൾ ഡീസൽ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചാൽ അതിലുണ്ടാകുന്ന നികുതി, സംസ്ഥാന ഗവൺമെന്റ് നികുതി പെട്ടെന്ന് കുറയ്ക്കണം, ഒരിക്കലും അതിന്റെ ഭാരം ജനങ്ങളെ ഏൽപ്പിക്കരുതെന്ന് കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ഓരോ വർധനവിന്റെ ദിവസം ആ നിമിഷത്തിൽ പത്രക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സാക്ഷാൽ VD സതീശൻ 4 തവണ ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് 8 രൂപ വർദ്ധിപ്പിച്ചിട്ട് 5 പൈസ കുറച്ചോ? എന്താണ് ഈ കഴിഞ്ഞ 5 വർഷം തുടരെ ആവർത്തിച്ചു കൊണ്ടിരുന്ന ആ വാദം ഇപ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. PSC റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന മുൻ ഗവൺമെന്റ് അതിൽ നീട്ടാൻ തയ്യാറാകാതെ വരുമ്പോൾ ഇതൊക്കെ UDF വരുമ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു, വന്നു, കാണിച്ചു തന്നു, 6 മാസം എക്സ്റ്റെൻഡ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു, നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തി. അതേപോലെ തന്നെ കടമെടുക്കാതെ ഖജനാവ് നിറച്ചു കാണിക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്ന് അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആദ്യം 1800 കോടി രൂപ കടമെടുത്തു, അതുപോലെ തന്നെ ഇപ്പോൾ 6000 കോടി രൂപ കടമെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പൂച്ച പറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞ് ആവർത്തിച്ചതാ. അതിൽ 5449 കോടി രൂപ ഉണ്ടെന്ന് മെയ് മാസം 1 ആ തുക വച്ചുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടിയ സാഹചര്യം നമ്മൾ കണ്ടു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSA ഫണ്ട് കിട്ടൂ എന്നായിരുന്നു ഇത്രയും നാൾ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ PM ശ്രീയിൽ ഒപ്പിടാതെ തന്നെ SSA ഫണ്ട് കിട്ടിയത് നമ്മൾ കണ്ടു. വിമർശിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ, രാജാവോ എന്നാണ് ചോദിച്ചത്. പലതവണ ഇദ്ദേഹം തന്നെ ചോദിച്ചു. വിമർശിച്ച KSRTC ജീവനക്കാരനെയും നാളെ കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന അധ്യാപകനെയും സസ്പെൻഡ് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ 10 കൊല്ലമായി പെരുന്നാളിന് ഒരിക്കലും പെൻഷൻ മുടങ്ങിയിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്നല്ല, അവിടെ ഇരുന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് അദ്ദേഹം പോയെന്നേ പറഞ്ഞുള്ളൂ. അവിടെ വരാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ 8-7 ദിവസം കൊണ്ട് കേരളത്തിൽ ഉത്തരവുണ്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പ്രാഥമിക ചോദ്യം അതൊന്നുമല്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ 2 ദിവസം മിണ്ടിയില്ല, 12 തവണ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഈ കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമ വിലക്കുണ്ടെന്ന വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വിലക്ക് ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ കാര്യം പറഞ്ഞ് അകത്ത് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ ഓഫീസ് പോട്ടെ, വീട് പോട്ടെ, ആ നാട് പോട്ടെ, ഏത് ജംഗ്ഷൻ വെച്ചാണ് പോലീസിന്റെ എന്താണ് അടച്ചിടലുണ്ടായിരുന്നുള്ള കാര്യം ഒന്നും മറക്കരുത്. ഇതൊന്നും ഭൂതകാലത്തിലല്ല, ആഴ്ചകൾക്ക് മുമ്പ് വരെ യാഥാർത്ഥ്യമായിരുന്ന കാര്യം. എൻ്റെ ചോദ്യം ഒന്നല്ല, ഇപ്പൊ എന്താണ് അങ്ങ് പറയുന്നത്? ഒരു വ്യത്യാസം ഇല്ലെന്നാണോ? അതായത് ഈ എന്ത് ചോദിച്ചാലും നമ്മുടെ മുഖ്യമന്ത്രി ഉത്തരം വളരെ പെട്ടെന്ന് പറഞ്ഞിരുന്ന ഒരു സിസ്റ്റം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാണോ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്? ഒന്നുമല്ല. താങ്കളുടെ ഇൻട്രോയുടെ ഭാഗമായി പറഞ്ഞത്
എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടുള്ള പത്രസമ്മേളനം എന്നാണ് പറഞ്ഞത്. ഈ 10 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഇതിനൊക്കെ മറുപടി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. അതുപോലെ 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലെന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചില്ല. ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉന്നയിച്ചതാണ്. 1ാം സ്ഥാനത്തിനും 2ാം സ്ഥാനത്തിനും വേണ്ടി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് കണ്ടോൺമെന്റ് ഹൗസിൽ ഇതാ മാധ്യമ വിലക്ക് എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ ബ്രേക്കിംഗ് കൊടുത്തത്. ഇതിലൊന്നും ഞങ്ങൾക്ക് റോൾ ഇല്ല എന്നതാണ് പറഞ്ഞത്. വാർത്ത കൊണ്ടുവരുന്നത് അവിടെ ഇപ്പൊ കണ്ടോൺമെന്റ് ഹൗസിൽ ചില ചാനലുകളെങ്കിലും 2 or 3 യൂണിറ്റുകൾ വെറുതെ കൊണ്ടുപോയി അവിടെ ഇടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് പറ്റില്ല. നിങ്ങളിപ്പോൾ റിപ്പോർട്ടറുമായി വന്നാൽ അവിടെ പറഞ്ഞ അകത്ത് കയറാൻ ഒരു തടസ്സവും ഈ വൈകുന്നേരം നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഇല്ലാതെ ഞാൻ പേഴ്സണലി ക്രോസ് ചെക്ക് ചെയ്താണ്. അങ്ങേക്ക് ക്രോസ് ചെക്ക് ചെയ്ത് അങ്ങനെ അല്ലെങ്കിൽ എന്നോട് പറയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതേ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇവിടെ തന്നെയാണല്ലോ താമസിച്ചിരുന്നത്. അന്നും നേരിട്ട് അവിടേക്ക് പോകാൻ പറ്റില്ലായിരുന്നു സാർ, കാരണം അതിന്റെ സറൗണ്ടിങ്ങിലൊക്കെ മറ്റ് മന്ത്രിമാരായിരുന്നു. അന്നത്തെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അന്നത്തെ സർക്കാരാണ് സാർ. അതുകൊണ്ട് അവിടെ ഒരു വിലക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, എൻ്റെ പോയിന്റ് ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ ഞാനിപ്പോൾ പറയുന്നില്ല, അല്ലെങ്കിൽ നാളെ പറയാം, പഠിച്ചു പറയാം. ഈ 2 or 3 ഓപ്ഷനിൽ ഒരെണ്ണം നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എടുക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട്. അത് അദ്ദേഹം ഈ പരിഹാസ ചിരിയായിട്ട് പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം അതൊന്നും അല്ല ശ്രീ അരുൺകുമാർ. ഇതിനൊക്കെ അപ്പുറത്ത് എന്ത് ചോദിച്ചാലും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നാൽ അപ്പപ്പോൾ മറുപടി നൽകുന്ന ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കോൺഫിഡൻസ് അങ്ങേക്കുണ്ടോ? അല്ല മിസ്റ്റർ, ഞാൻ ഏതെങ്കിലും തരത്തിൽ ഈ പുതിയ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്ന വീഴ്ച പറ്റി എന്ന് സൂചിപ്പിക്കുകയല്ല. ഈ 2 ആഴ്ച കൊണ്ട് ഇതൊക്കെ സംഭവിക്കും എന്നും ഞാൻ പറഞ്ഞില്ല. ഈ കേരളത്തിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രതീതിയുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവായി 5 വർഷം ഫംഗ്ഷൻ ചെയ്തയാൾ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ഇന്ന മാറ്റം വരാൻ പോകുന്നു. എപ്പോഴും ചിരിക്കുന്ന, ആദ്യം പത്രക്കാരോട് പറയുന്ന അതാ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു എന്ന പ്രതീതിയിൽ നിങ്ങൾ തന്നെ പറയുന്നു 12 തവണ മൗനം പാലിച്ചു എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ 6-7 ഇൻസിഡന്റ് ചൂണ്ടിക്കാണിച്ചു. 5 കൊല്ലം അദ്ദേഹം പഠിക്കാതെയാണോ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായം ഇതുവരെ വരാത്തത്? അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം പ്രതിപക്ഷ രംഗത്തുനിന്ന് ഭരണരംഗത്തേക്ക് വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ജനങ്ങൾ ദർശിച്ചോട്ടെ. ഞങ്ങൾ അതിലൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇപ്പോ ഇന്ന് നയപ്രഖ്യാപനം വന്നു, നയപ്രഖ്യാപനം വരുമ്പോൾ ആ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷത്തിന്റെ കടമയാണ് മിസ്റ്റർ. ആ കടമയാണ് ഞങ്ങൾ നിർവഹിച്ചത്. എന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയ്ക്ക് ഉന്നയിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, നോക്കൂ, ഈ 10 ദിവസം കൊണ്ട് 8 രൂപയൊക്കെ പെട്രോളും ഡീസലും കൂടുന്ന ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ഈ ഉടനടി ഒരു ഇളവൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു കേരളത്തിലാണ് ജീവിക്കുന്ന ഒരു അന്ധവിശ്വാസം എനിക്കില്ല സാർ. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഇനി ഈ സർക്കാർ അങ്ങനെയൊക്കെ വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അത് ആ സർക്കാർ കാണിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. ഞാൻ ഇനി ബേസിക് ചോദ്യത്തിലേക്ക്, താങ്കൾ ഇതൊക്കെ ചോദിക്കേണ്ടി വന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഡീൽ ആക്ഷേപം ഇപ്പോഴും നിപ്പുണ്ടോ? നമ്മുടെ ഒരു മുഖ്യമന്ത്രി ആദ്യമായി ഡൽഹി ചെന്ന് ആദ്യമായി അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയെ കാണുകയാണ്. ഇറ്റ്സ് എ കേർട്സി കോൾ, അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. ആ സമയത്ത് കേരളത്തിലൊരു പ്രശ്നമുണ്ട്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ റെയ്ഡ് ചെയ്ത് കളയണമെന്ന് വി ഡി സതീശൻ പ്രധാനമന്ത്രിയോട് പറയുകയും പ്രധാനമന്ത്രി എന്നത് ഇപ്പം തന്നെ ചെയ്ത് കളയാം എന്ന് ഉത്തരവിടുകയും ഇത്രത്തോളം സന്നാഹം ഈ വിളിക്ക് കാത്തിരുന്ന് CSFകാർ ഉദ്യോഗസ്ഥർ ഈ പറന്നിറങ്ങുകയും ചെയ്യുന്ന എന്നൊക്കെ പറയാൻ നമ്മുടെ മന്ത്രിമാർ, മുൻ മന്ത്രിമാർക്ക് അടക്കം എങ്ങനെ പറ്റുന്നു സാർ? അതിപ്പോഴും തുടരുന്നുണ്ടോ നിങ്ങൾ? അതായത് മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി RSSന്റെ നേതാക്കന്മാരെ കണ്ട വിവരം താങ്കൾക്ക് അറിയാമല്ലോ. ആരെയൊക്കെയാ കണ്ടത്, എന്തിനാണ് കണ്ടത്, ഏതെങ്കിലും കേസിലെ പ്രതികളടക്കം കേസുമായി ബന്ധപ്പെട്ട ആളുകളടക്കം കൂടെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാ. ഇതുവരെ ഒരു റീസണബിൾ എക്സ്പ്ലനേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനെ നേരെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയാക്കി മാറ്റുമ്പോൾ ഏറ്റവും ആദ്യം രാഹുൽ ഗാന്ധി ആ പ്രസ്താവന ഇറക്കിയത് BJP ഡീലും മറ്റു കാര്യങ്ങളും. ഇപ്പോ അതേ രൂപത്തിൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണറെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി മാറ്റി. ഒരു എക്സ്പ്ലനേഷനും റീസണബിൾ ആയിട്ട് വന്നില്ല. അത് എന്റെ ഇഷ്ടം തന്നെയാ വന്നത്. അതേപോലെ സംശയങ്ങളും പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങനെ ഉണ്ടായോ? ഉണ്ടാവാത്തത് ഈ ഉദ്യോഗസ്ഥനും എടുക്കാന്ന് ഞാൻ പറയില്ല, അത് കേരളത്തിന്റെ മിടുക്കാണ്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന CPMന്റെയും കോൺഗ്രസ്സുകാരന്റെയും BJPക്കാരന്റെയും ഒക്കെ മിടുക്കൊണ്ടാണ് ഇവിടെ ഒരു പരാതി ഇല്ലാതെ പോയി. അതുകൊണ്ട് LDF സർക്കാരിന്റെ കാലത്ത് നല്ല സ്ഥാനങ്ങളിൽ നിയമിച്ചൊരു ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഭാഗമായിരുന്നു എന്നതുകൊണ്ട് പേരിൽ അദ്ദേഹം തിരിച്ച് സർവീസിലേക്ക് പോകാൻ പറ്റില്ല, വനവാസത്തിലേക്ക് പോകണം എന്നല്ലല്ലോ അതിന്റെ റൂൾ സാർ. അല്ല, VD സതീശൻ ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അയ്യപ്പദാസ് ഇത് പറയണോ? VD സതീശൻ പറയട്ടെ. അദ്ദേഹം ഇത് പറഞ്ഞില്ലല്ലോ. ഏതായാലും
അപ്പൊ ആ എക്സ്പ്ലനേഷൻ താങ്കൾക്ക് താങ്കളുടെ ചാനലിന്റെ അഭിപ്രായം പറയാം, താങ്കളുടെ അഭിപ്രായം പറയാം. പക്ഷേ വി ഡി സതീശൻ അഭിപ്രായം പറഞ്ഞില്ല എന്ന് ഞാൻ പറയുമ്പോൾ താങ്കൾ അത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അതൊരു അനുചിതമാണ്. വി ഡി സതീശൻ എന്റെ ഇഷ്ടമെന്നാണ് പറഞ്ഞത് താങ്കൾ പറഞ്ഞു. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. എന്തിനാണ് നമ്മൾ വസ്തുതകളെ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യത്തെ ഞാനത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു, അതായത് താങ്കൾ പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം പറയാത്ത കാര്യം പറയലായി പോകും. അതെങ്ങനെ അത് അദ്ദേഹം പറഞ്ഞ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നളിനി നെറ്റോ അടക്കമുള്ള മുൻ ഓഫീസർമാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ SIR നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളത്തിൽ ഇല്ലല്ലോ. അപ്പൊ രാഹുൽ ഗാന്ധി കൽക്കത്തയിലെ കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് തെറ്റ്. കേരളത്തിൽ അതേ സംഭവം നടന്ന് രാഹുൽ ഗാന്ധി മൗനം പാലിക്കുമ്പോൾ അത് ശരി എന്ന് ജനം വിശ്വസിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. പ്രതികരിച്ചുള്ളൂ. നിങ്ങൾ 10-40 വർഷം ഭരിച്ച ബംഗാളാണോ ഇന്ന്? ആ ബംഗാളാണോ ഇന്ന്? അതൊക്കെ അവിടെ അല്ലല്ലോ സാർ. അവിടെ SIR എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? വസ്തുതാപരമായി കാര്യങ്ങളെ കാണണ്ടേ? അല്ല, ഒറ്റ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ആള് തന്നെയാണല്ലോ അവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് മാറിയത്. അതിൽ താങ്കൾക്ക് സംശയമുണ്ടോ? ഈ നളിനി നെറ്റോ ഏത് പോസ്റ്റിലായിരുന്നു സാർ? പിന്നെ എവിടേക്കാണ് പോയത് സാർ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, അതിനുള്ള മറുപടി ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചല്ലോ. അല്ല, താങ്കൾ തന്നെ ചോദിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? അല്ലല്ല, അതിനുള്ള മറു ചോദ്യമാണ് ചോദിക്കുന്നത്. നളിനി നെറ്റോ ഇതേ തസ്തികയിൽ ഇരുന്ന ആളല്ലേ? അവർ പിന്നെ എവിടേക്കാണ് പോയത്? അങ്ങ് പറയൂ. മറു ചോദ്യം ആയിക്കോട്ടെ. മിസ്റ്റർ നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചാൽ പോരാലോ. ഞാനും ഇവിടെ വന്നിരിക്കുന്നത് ഈ ചർച്ചയോട് സഹകരിക്കാനല്ലേ. അതേലോ. ബംഗാളിലെ ഇലക്ഷൻ കമ്മീഷണർ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ അത് കൊള്ളാം, നല്ലത്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് വന്ന അത് കുഴപ്പമൊന്നുമില്ല, അത് തെറ്റില്ല. ന്യായീകരിച്ചോ, പരമാവധി ന്യായീകരിച്ച ഒരു കുഴപ്പമില്ല. ഒരു ന്യായീകരണമില്ല സാർ. ഇതൊക്കെ നിങ്ങൾ ഇത്തരം വാക്കുകൾ വരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു ന്യായീകരണം ഇവിടെയില്ല. ചോദ്യങ്ങളാണ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോ ഇദ്ദേഹം വന്നു, എവിടെ നിന്നാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. നളിനി നെറ്റോ അങ്ങനെ ഇരുന്നല്ലേ? അവർ അതിനുശേഷം ഏത് സർക്കാരിലേക്കാണ് പോയത്? വഹിച്ച തസ്തിക ഏതാണ്? അങ്ങ് പറയൂ. അല്ല, തസ്തിക IAS ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന്റെ ഭാഗമാണ്. പക്ഷേ ഇലക്ഷൻ സമയത്ത് വരെ വലിയ ആരോപണങ്ങൾ നേരിട്ട, പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നവർ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന സംശയമുണ്ട്. ആ സംശയം കൃത്യമായിട്ട് ഉന്നയിക്കപ്പെട്ടു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളിപ്പോ പറയുന്ന സംശയമേ ചോദിക്കാൻ പാടില്ല. പറഞ്ഞല്ലോ, 12 തവണ മൗനം പാലിച്ച ആ മൗനം പ്രശ്നമേ അല്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് ചർച്ച ചെയ്യാനേ പാടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ പറയും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല കണ്ടോൺമെന്റ് ഹൗസിൽ നിരോധനം. അങ്ങനെ അല്ല, രാവിലെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഏഷ്യാനെറ്റ് ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞോ കൈരളിക്കെതിരെ? അതിലൊരു ഡിബേറ്റ് ആവാം, ഒരു കുഴപ്പമില്ല. അതിലൊപ്പം ഞാൻ ഒരൊറ്റ കാര്യം പറയും. ഈ നമ്മുടെ ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയിട്ട് ഇത്ര സമയമായിട്ടുള്ളൂ. ക്ലിഫ് ഹൗസ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷം അങ്ങേക്ക് അറിയാമോ? ക്ലിഫ് ഹൗസിന്റെ എത്ര കിലോമീറ്റർ പരിധി വരെ മനുഷ്യർക്ക് പോകാൻ പറ്റുമെന്ന് അങ്ങേക്ക് അറിയാമോ? മാധ്യമപ്രവർത്തകർ പോട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യന്. അല്ല, ഞാൻ അയ്യപ്പദാസ ഇന്ന് രാവിലെ എയർ ചെയ്ത പ്രധാനപ്പെട്ട ചാനലുകൾ എയർ ചെയ്ത വാർത്തകളെ വെച്ച് പറയുമ്പോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ചർച്ച ചെയ്യാനേ പാടില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഞാൻ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ്. നോക്കൂ, ഇപ്പോ മുഖ്യമന്ത്രി ഇത്രയും പ്രതികരിച്ചില്ല എന്ന് വാർത്ത കൊടുക്കുന്നത് ഞങ്ങൾക്ക് ക്ലിഫ് ഹൗസിലേക്ക് കണ്ടോൺമെന്റ് ഹൗസിൽ പ്രവേശനമില്ലാതെ കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെ വാർത്ത ഇല്ലാത്തതുകൊണ്ടാണ് സാർ. അതിനൊപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തു ഇപ്പോഴും കണ്ടോൺമെന്റ് ഹൗസ് ആയതുകൊണ്ടാണല്ലോ. പിണറായി വിജയൻ 10 വർഷം ക്ലിഫ് ഹൗസ് ആയിരുന്നപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ് മാധ്യമങ്ങളെ? ഇതിപ്പോ വീടിന്റെ തൊട്ട് മുമ്പാണെന്ന് നിങ്ങൾക്ക് പറയാം. ഈ എത്ര കിലോമീറ്റർ അകലെയായിരുന്നു മാധ്യമങ്ങളെ തടഞ്ഞത്? അതൊന്ന് പറയൂ. അല്ല മിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിൽ ഒരു ആരോപണം 12 തവണ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. പറയൂ, എത്ര തവണ? നിങ്ങൾ തന്നെയല്ലേ ആരോപണം പറഞ്ഞതിന്റെ പൊളിറ്റിക്കൽ വശമാണ്. അല്ല, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ, നിങ്ങൾക്കല്ലേ അറിയാവുള്ളത്. ക്ലിഫ് ഹൗസിലേക്ക് കിലോമീറ്ററുകൾ അകലെ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ അപ്പുറത്തേക്ക് ഒരു പ്രവേശനവും ഇല്ല, ഒരു കാലത്തും ഇല്ല. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ക്ലിഫ് ഹൗസ് കണ്ടിട്ടില്ല. അല്ല, അയ്യപ്പദാസെ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി.
എന്തൊക്കെയാണ് സ്ഥാപിക്കാൻ താങ്കൾ ശ്രമിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. വസ്തുത ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും എത്ര ദൂരെ വരെ മാധ്യമ പ്രവർത്തകർക്ക് പോകാം എന്ന് അന്വേഷിച്ച് പറയാനാണോ എന്നെ താങ്കൾ ചർച്ചയിലേക്ക് വിളിച്ചത്? അല്ല താങ്കൾ കന്റോൺമെന്റ് ഹൗസിൽ വിലക്കെണ്ണ ഇല്ലാത്ത വാർത്ത പറഞ്ഞപ്പോൾ ഞാൻ വെറും 10-15 ദിവസം മുമ്പ് കേരളത്തിന്റെ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ എന്തായിരുന്നു ആ വീടിന്റെ പരിസരം എന്ന് പറഞ്ഞു. അത് വസ്തുതയാണ്. ഞാൻ എന്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചു? ഇറ്റ്സ് എ ഫാക്ട് സാർ, ഇറ്റ്സ് ജസ്റ്റ് എ ഫാക്ട്, അത്രേ ഉള്ളൂ, വെറും ഫാക്ട്. മിസ്റ്റർ അല്ല, ഇന്ന് രാവിലെ മുതൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എയർ ചെയ്ത ഫാക്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട് അത് വാർത്തയല്ല. ശരി, ഞാൻ വാദത്തിന് അംഗീകരിക്കുന്നു. എങ്കിൽ ഇത് പറയൂ, പിണറായി വിജയൻ 10 വർഷം ഭരിച്ചപ്പോ എവിടെ വരെയായിരുന്നു മാധ്യമങ്ങൾക്ക് പ്രവേശനം? അതൊന്ന് പറയൂ. ക്ലിഫ് ഹൗസിന്റെ എത്ര കിലോമീറ്റർ പരിധിയിലായിരുന്നു? അങ്ങേക്ക് അറിയാതിരിക്കാൻ വഴിയില്ല, പറയൂ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് പത്രസമ്മേളനം വിളിക്കേണ്ട സമയത്ത് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാണേണ്ട സമയത്ത് കണ്ടിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ദൂരം കാര്യങ്ങളൊക്കെ താങ്കൾ മീറ്റർ പോയിട്ട് നടന്ന് പറ, അത് പറയേണ്ട ആളല്ല. സാറിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും ശ്രീ അരുൺകുമാർ, അങ്ങയുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായി മനസ്സിലാവും. ദൂരം തന്നെയാണ് പ്രധാനം. എന്താണ് കന്റോൺമെന്റ്സിലേക്കൊക്കെ പ്രവേശനമില്ലാച്ച എന്താ ഗേറ്റ് കടത്തി വിടുന്നില്ലെന്നല്ലേ? ആ ഗേറ്റ് വരെ ചെല്ലാലോ. ഇത് ഗേറ്റ് പോട്ടെ, കിലോമീറ്റർ അകലെ വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ താങ്കൾ എന്നോട് ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല. അല്ല, എനിക്കെന്താ ദേഷ്യം? താങ്കൾ ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ രാവിലെ എയർ ചെയ്യുന്ന വാർത്ത, കേരളത്തിന്റെ തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നു 12 തവണ മൗനം പാലിച്ചു. പറയുന്നു ആ മൗനം കുഴപ്പമൊന്നുമില്ല, മൗനം കൊള്ളാം. ചോദിച്ചു ഇതാര് പറഞ്ഞു സാർ? ഞാൻ പറയാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ശരിയാണ്, മര്യാദകളാണ്. അങ്ങനെ ഒരു നല്ല ഡിബേറ്ററാണ്. ഇങ്ങനെ തരം താഴരുത്. ഞാൻ പറഞ്ഞോ അത് ശരിയെന്ന്? മുഖ്യമന്ത്രി പ്രതികരിക്കാതെ പോയത് ശരിയെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞോ? എന്റെ ഇൻട്രോയിൽ പോലും ശരിയല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? താങ്കൾ എന്താ ഇത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഔട്ട് ഓഫ് പ്യുവർ ഡെസ്പറേഷൻ സാർ. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ നിരാശ എന്നാണ് ഈ വാക്കുകളൊക്കെ വരുന്നത്. അല്ല, 12 തവണ പ്രതികരിക്കാതെ പോയ വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പ്രതികരിക്കാതെ പോയത് ശരിയെന്ന് താങ്കൾ പറഞ്ഞു, ആ രൂപത്തിലല്ല ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. 12 തവണ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചില്ല എന്ന വാർത്ത നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ശരിയല്ലേ? റിപ്പോർട്ട് ചെയ്തില്ലേ? ശരി. ഞങ്ങൾ എന്തെങ്കിലും കമന്റ് പറഞ്ഞോ അതില്? ഇന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടി ഞാൻ എനിക്ക് മുഖ്യമന്ത്രി കാണുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കേരളത്തിലെ കവലയായ കവലയിൽ മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയും കമാനങ്ങളും എന്താണ് ഹോർഡിങ്ങുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റൻ ആയിരുന്നു പിണറായി വിജയൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന കാര്യം പിണറായി വിജയൻ അറിഞ്ഞു എന്ന് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ അരുൺകുമാറാണോ? ചോദ്യം കേട്ടില്ല. അല്ല, കാണേണ്ട സമയത്ത് മുഖ്യമന്ത്രി കാണുന്നൊക്കെ പറഞ്ഞല്ലോ. മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് മുന്നിൽ ഈ 25 ദിവസമായിട്ട് ശ്രീ പിണറായി വിജയൻ ഇരുന്ന് തന്നിട്ടുണ്ടോ? ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടോ? അല്ല, സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറി. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. ഇന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി. ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കേണ്ട വിഷയത്തിൽ പ്രതികരിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഇന്നയാൾ പ്രതികരിക്കണം എന്ന് നിങ്ങൾ കേരളത്തിന്റെ ഒരേ ഒരു ക്യാപ്റ്റൻ, ഒരേ ഒരു ചിത്രം, ഒരേ ഒരു പടം, ഒരേ ഒരു നായകൻ, മറ്റാര് എന്ന് ചോദിച്ച് അമ്പെ അടപടലം പൊട്ടി തകർന്ന് താഴെ വീണ് 25 ദിവസമായിട്ടും ആ മനുഷ്യൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ടില്ല, ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ, ഒരു പ്രസ്താവന അല്ലാതെ ഒരു പരാമർശമില്ല. ഒരു പരാമർശം, ഞങ്ങൾക്കൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടാണ് വന്നത്, മുൻ മുഖ്യമന്ത്രിയായിട്ടോ പിണറായി വിജയനായിട്ടോ അല്ല സാർ. അതുകൊണ്ട് അതൊന്നും പറയല്ലേ. ഇതുകൂടെ ഉത്തരം പറയൂ. താങ്കൾ ഈ പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി കണ്ടു എന്ന് പറഞ്ഞല്ലോ. 25 ദിവസമായി, 25 ദിവസം. അല്ല, 25 ദിവസത്തിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. അത് പാർട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ അത് കാണാത്ത നിങ്ങളുടെ കുഴപ്പമായിരിക്കും. മുഖ്യമന്ത്രി അല്ലാതെ ഏതെങ്കിലും ഹോർഡിംഗ് അങ്ങ് കണ്ടിട്ടുണ്ടോ? അല്ല, അത് താങ്കളുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഓരോ മണ്ഡലത്തിലും വിചിത്രമായ കാഴ്ചയാണ്. എവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് വലിയൊരു അനുഭവമായിരിക്കും. ഈ ചർച്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.